അങ്ങനെ നമ്മുടെ സുധീഷും നിധിയും കൂടി ഡൈവേഴ്സ് പെറ്റീഷനൊക്കെ ഒപ്പിട്ട് കൊടുത്ത് വീട്ടിലേക്ക് തിരിച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ഇന്ന് ഇവിടെ വന്ന് നീതുവിൻ്റെ ഏട്ടൻ പ്രശ്നം ഉണ്ടാക്കി, ഇതൊന്നും ഹരീഷിനോട് പറയണ്ട, വെറുതെ എന്തിനാ അവനെ വിഷമിപ്പിക്കണം, അവനൊന്നും അറിയണ്ട എന്ന് പറയണ്ട. ആ സമയത്ത് എല്ലാവരും മിണ്ടാതിരിക്കേണ്ട, ഒന്നും പറയുന്നില്ല. ഹരീഷ് കയറി വരുന്നുണ്ട്, ആരും ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ നമ്മുടെ ഭാസ്കരൻ കയറി പറയുന്നുണ്ട്, എടാ നിനക്ക് ഒരു കുട്ടിയെ ഇഷ്ടമാണെങ്കിൽ അവൾ ചങ്കൂറ്റത്തോട് കൂടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ലാതെ വെറുതെ നീ പ്രശ്നം ഉണ്ടാക്കുകയല്ലേ ചെയ്ത്. അവളുടെ ഏട്ടെന്ന് വന്നിട്ട് എന്തൊക്കെ ഇവിടെ വിളിച്ച് പറഞ്ഞാൽ അറിയോ, നമ്മുടെ വീടിനെക്കുറിച്ച് എന്തൊക്കെ മോശമായിട്ടാണ് പറഞ്ഞ്, എനിക്ക് ഇത്രയും പ്രായമുള്ള ഒരാളാ നോക്കാതെ എന്നെ എന്തൊക്കെ വേണ്ടാത്ത പറഞ്ഞറിയോ, നമ്മുടെ വീട് ഇത്രയും മോശമാണോ, അവളുടെ വീട് എന്താ ബംഗ്ലാവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഹരീഷിനോട് ഒരുപാട് ചൂടാവുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് ചോദിക്കേണ്ടത് എന്തായിട്ടുണ്ടായ സുഭാഷേട്ടനോട് ചോദിക്കേണ്ടത്. ആ സമയത്ത് സുഭാഷ് പറയേണ്ടേ, അതൊക്കെ കാര്യമാക്കണ്ട, നീ അതൊക്കെ വിട്ട് കളഞ്ഞ, വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട, ഒന്നുമില്ല, അവരുടെ ഏട്ടനും ഫ്രണ്ട്സുമാർ വന്ന് വെറുതെ ഇവിടെ സംസാരിച്ചു എന്നേളൂ, അവളോട് നീ ശല്യം ചെയ്യരുതെന്നൊക്കെ പറഞ്ഞേളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നമ്മുടെ ഹരീഷിനാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ഹരീഷ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് രാത്രി ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നാലും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മുടെ നിധി ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കണം, ചായ കുടിക്കുന്ന സമയത്ത് നമ്മുടെ സുധീഷിനെയും ഹരീഷിനെയും കാണാനില്ല. അപ്പോൾ സുഭാഷേട്ടൻ ചോദിക്കേണ്ടത്, എവിടെ പോയി ഇവർ രണ്ടാളെയും കാണാനില്ലല്ലോ, ഒന്ന് അടിച്ച് നോക്കാം ഫോണിലേക്ക് പറഞ്ഞ നികേഷിനോട്. നികേഷ് ഫോണൊക്കെ അടിക്കേണ്ട, ഫോണൊക്കെ വീട്ടിലാണ്. അപ്പോൾ അവരെ രണ്ടാളെയും കാണാനില്ല. അവർ രണ്ടാളും നേരെ ചെന്നത് നമ്മുടെ നീതുവിൻ്റെ വീട്ടിലേക്കാണ്. എന്നിട്ട് വീട്ടിനുള്ളിൽ കയറിയിട്ട് നമ്മുടെ നീതുവിൻ്റെ അച്ഛനോട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഈ വീടിനാണോ നിങ്ങൾ വലിയ ബംഗ്ലാവാന്നൊക്കെ പറഞ്ഞ്, ഞങ്ങളുടെ വീട് ഒന്നില്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തം വീടാണ്, നിങ്ങൾ ഈ വാടക വീട്ടിലിരുന്നിട്ടാണ് ഈ കണ്ട അഹങ്കാരം കാണിച്ച്, എന്തെല്ലാം ഞങ്ങളെ വീട്ടിൽ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് എത്ര സ്ഥലമുണ്ട് അങ്ങനെ എന്നൊക്കെ, നിങ്ങൾ ഈ ഇത്ര അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുള്ള സ്ഥലമല്ല, നിങ്ങൾ ഇതിനാണോ നിങ്ങൾ ഇത്രയും വലിയ വീടാന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് പറയുന്നത്, നിങ്ങളുടെ അനിയത്തി വന്ന് എന്നോട് പറയട്ടെ, അവൾക്ക് എന്നെ ഇഷ്ടമല്ല, ആ മിനിറ്റ് ഞാൻ സംസാരം നിർത്താം, അവൾക്ക് എന്നെ എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് പറയുന്നു, അത്രത്തോളം കാലം ഞങ്ങൾ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോണ്ട. ആ സമയത്ത് വീണ്ടും വീണ്ടും പ്രശ്നം ഉണ്ടാവുന്ന ആ സമയത്ത് നമ്മുടെ നീതു പറയുന്നത് ഹരീഷിനോട് ഇറങ്ങി പോകാൻ പറയുന്നുണ്ട്. എന്തായാലും രണ്ടാളും വീട്ടിലേക്ക് തിരിച്ച് വരുന്നുണ്ട്. വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ട് നമ്മൾ സുഭാഷ് ഏട്ടനോട് ഒന്നും പറയുന്നില്ല. അവരങ്ങോട്ട് പോയ കൂട്ടയും ഉണ്ടല്ല. അവർ സാധാ പോലെ ഇങ്ങനെ വർത്തമാനം പറയുന്ന സമയത്താണ് നമ്മുടെ നീതുവിൻ്റെ അമ്മയും അച്ഛനും കയറി വരുന്നത്. നീതുവിൻ്റെ അമ്മയും അച്ഛനും വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഓരോ തമ്മിത്തല്ലാവണുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നിധി എന്താ ചെയ്യുന്നത്, വേഗം സുധീഷിനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി താലി എടുത്ത് തരാൻ പറയുന്നുണ്ട്. എന്തായാലും സുധീഷ് ചോദിക്കേണ്ടത്, എന്തിനാപ്പോൾ താലി ഇതിനെന്ന് വിൽക്കാനാണോ എന്നൊക്കെ ചോദിക്കേണ്ടത്, നിങ്ങൾ ഇപ്പോൾ എടുത്ത് തരുന്നുണ്ടോ ചോദിക്കേണ്ടത്. എന്തായാലും നമ്മുടെ സുധീഷ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് വേഗം അവളെ കഴുത്തിലിട്ടിട്ട് പോയി സംസാരിക്കേണ്ടത്, ഞാൻ ഈ വീട്ടിലെ മരുമകളാണ്, എനിക്ക് ഇത്രയും ദിവസമായിട്ട് ഈ വീട്ടിൽ വന്നിട്ട് ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഈ വീട്ടിലെ പറ്റി എന്തൊക്കെ പറഞ്ഞു, ഈ വീട്ടിലൊരു പെണ്ണ് വാഴില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ നീ ഈ വീടിനെ പറ്റി മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറി, ഇപ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോയി, നിങ്ങളുടെ മകളെ ഇവിടേക്ക് കെട്ടിച്ച് തരാൻ ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, അല്ലാതെ ഈ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാവരെക്കാട്ടിലും ഞാൻ സന്തോഷമായിട്ട് അവിടെ കഴിയണം, ഏത് വീട്ടിൽ കിട്ടുന്ന സന്തോഷത്തിനെക്കാട്ടിലും എനിക്ക് ഈ വീട്ടിൽ കിട്ടേണ്ടതെന്നൊക്കെ പറയുന്നത് കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.